ഞാൻ മഹിമ സൈമൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് മലയാളീസിൻ്റെ ഫേവററ്റ് ഒരു സാധനമാണ് സെഷ്വാൻ ഫ്രൈഡ് റൈസ്. ഇന്നത്തെ ഇതെല്ലാം കാണുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു കുക്കിംഗ് സെഷനാണ്. നമ്മൾ 2-3 എപ്പിസോഡായിട്ട് ബേക്കിംഗ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് സെഷനാണ്. ഓക്കെ, അപ്പം ആദ്യം ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അതൊന്ന് മാരിനേറ്റ് ചെയ്യാം. 1/2 കപ്പ് ചിക്കനിലേക്ക് ഒരു 1 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് വെക്കും മാരിനേറ്റ് ചെയ്യാം. ഫൈനായിട്ട് ചോപ്പ് ചെയ്തേക്കുന്ന ചിക്കൻ പീസസ് കേട്ടോ. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ച് മാറ്റി വെച്ചു. നമുക്ക് കുക്കിംഗ് തുടങ്ങാം. കുക്കിംഗ് തുടങ്ങിയാൽ പെട്ടെന്ന് തീരും ഈ ഡിഷ്. ചൈനീസ് അങ്ങനെയാണ്, പെട്ടെന്ന് നമുക്ക് എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. ഓക്കെ, ഇപ്പോൾ ചൈനീസ് കുക്കിങ്ങിന് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും വോക്കാണ്. അല്ലെങ്കിൽ നമുക്ക് വലിയ വിസ്താരമുള്ള ചീനച്ചട്ടിയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ വോക്ക് നന്നായിട്ടൊന്ന് ഹീറ്റ് ആവണം. ഹീറ്റായി കഴിയുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഓക്കെ, ഇപ്പം തന്നെ നല്ല ചൂടായി, ബിക്കോസ് ഈ വോക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ഹീറ്റ് ആവും. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇത് ജസ്റ്റ് ഇപ്പുറത്തേക്കൊന്ന് വെക്കുകയാണ്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ആദ്യം ഇടേണ്ടത് ഗാർലിക്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചറും. ഇത് രണ്ടും കൂടെ ആദ്യം ഇടാം. ഓക്കെ, ഇപ്പം തന്നെ മണം വന്നു. ഇതിലേക്ക് ഒരു 2-3 ചില്ലീസ് ഇടുക. ഞങ്ങളിവിടെ നല്ല എരിവ് കൂട്ടുന്നവരാണ്. ഞാൻ 4 മുളക് ഇട്ടിട്ടുണ്ട്. ഒരു സവോളയുടെ പകുതി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് സോട്ട് ചെയ്യുക. നല്ല മണം. ആ ജിഞ്ചറും ഗാർലിക്കിൻ്റെ ആ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു സ്മെല്ലാണ്. ഓക്കെ, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ്. ചില്ലി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലീസ് നമ്മൾ ഇച്ചിരി ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യുക, അത് അരച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ചില്ലിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം, അതുവരെ ഒന്ന് ഹൈ ഹീറ്റിൽ കുക്ക് ചെയ്യുക. ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ സോയ് സോസ് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. എരിവ് കൂടുതൽ വേണ്ടവർക്കില്ലേ, ചില്ലി പേസ്റ്റ് വേണേൽ കൂടുതലിടാം. ഞാനൊരു 1 ടേബിൾ സ്പൂണേ ഇട്ടിട്ടുള്ളൂ. ചിക്കൻ ഒന്ന് വൈറ്റ് കളറായി തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ബീൻസ്, ഞാനൊരു 1/4 കപ്പ് ബീൻസ് എടുത്തേക്കുന്നത്. 1/4 കപ്പ് ക്യാരറ്റും 1/4 കപ്പ്. വെജിറ്റബിൾസ് ഒക്കെ ഒത്തിരി വെന്ത് പോയല്ല, എപ്പോഴും ഇച്ചിരി ഒരു ബൈറ്റ് കിട്ടുന്ന പോലെ വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഇതുവരെ സോൾട്ട് ഒന്നും ഇട്ടിട്ടില്ല, ബിക്കോസ് സോസസിലൊക്കെ സോൾട്ട് ഉണ്ട് കേട്ടോ. അപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ക്യാബേജ് നമ്മളൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, അതും ആഡ് ചെയ്തു. ഇപ്പം നമ്മുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾസാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇടാം, 3 കളറിലിടാം. മഷ്റൂംസ് ഉണ്ടെങ്കിൽ അതിടാം. ഓക്കെ, ഇതിനകത്തേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം ആണ്. അപ്പം അതും ആഡ് ചെയ്യും. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് സോൾട്ട് ഇടുവാണ്. റൈസ് ഇടാൻ പോവാം. അതിന് മുമ്പായിട്ട് കുറച്ച് സോൾട്ട്, കുറച്ച് ഷുഗർ. ഇതിനകത്തേക്ക് ഒരു 3 കപ്പ് നിറച്ച് റൈസ്, കുക്ക് ചെയ്ത റൈസ് കേട്ടോ. അതും ഇതിനകത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുക. അപ്പം ഇതിനകത്ത് അജിനോമോട്ടോ ഇടേണ്ടവർക്ക് ഇടാം. ഞാൻ യൂസ് ചെയ്യുന്നില്ല, വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അജിനോമോട്ടോ ഒരു 1/4 ടീസ്പൂണൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ റൈസ് എടുക്കുമ്പോൾ നിങ്ങൾ തലേദിവസം കുക്ക് ചെയ്ത റൈസ് എപ്പോഴും നല്ല കേട്ടോ. നല്ലതായിട്ട് കൂളായ റൈസാണ് എപ്പോഴും നല്ല ഫ്രൈഡ് റൈസ് ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ അത് എക്സ്ട്രാ ആഡ് ചെയ്യാം. നമ്മൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ.
ഓക്കെ, ഇതിനകത്ത് ഞാൻ വിനീഗർ ആഡ് ചെയ്തിട്ടില്ല, വിനീഗർ കൂടെ ആഡ് ചെയ്യുവാണേ. ഒരു 1.5 ടീസ്പൂൺ വിനീഗർ. ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇടാനുള്ള സ്പ്രിംഗ് അണിയൻസിന്റെ ഗ്രീൻ പോർഷൻ അതുകൂടെ ആഡ് ചെയ്യാം. ഇപ്പൊ സെലറി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലറി ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പൊ അത് ആഡ് ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നോണ്ട് ആഡ് ചെയ്തില്ല. ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. സ്പ്രിംഗ് അണിയൻ ഞാൻ ചോപ്പ് ചെയ്ത് അതുകൂടെ ഇടുക. ഓക്കെ, ഓഫ് ചെയ്യുവാണേ. നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഓക്കെ, ചൈനീസിന് ആക്ച്വലി വലിയ ഗാർണിഷ് ഒന്നും ഇല്ല. നമുക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് അണിയൻസ് ചോപ്പ് ചെയ്തിടാം. ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പം അങ്ങനെ സെർവ് ചെയ്യുക, ചൂടോടെ സെർവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സെഷ്വാൻ ഫ്രൈഡ് റൈസ്. എളുപ്പമാണ്. ഇപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയേക്കുന്ന അളവെന്ന് പറഞ്ഞാൽ മീഡിയം സ്പൈസേ ഉള്ളൂ. കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതലിടാം. ഇതിനകത്തേക്ക് എഗ്ഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പം അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. ചിക്കൻ്റെ അളവ് നമ്മളൊരു 1/2 കപ്പാണ് ചേർത്ത്. അത് വേണമെങ്കിൽ കൂടുതലിടാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസും സജഷൻസും അറിയിക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ ഒരു നല്ല വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ബൈ.